താമരയിലെ കുഞ്ഞന്മാരാണ് മിനിയേച്ചർ ലോട്ടസ് അഥവാ ബൗൾ ലോട്ടസ്. 6 ഇഞ്ചിന് താഴെ വലിപ്പമുള്ള താമരകളെയാണ് മിനിയേച്ചർ ലോട്ടസുകളായി കണക്കാക്കപ്പെടുന്നത്. ഇത്തരം താമരകളുടെ പ്രത്യേകത ചെറിയ കപ്പുകളിൽ പോലും ഇവയെ വളർത്താം എന്നുള്ളതാണ്. സാധാരണയായി ബൗൾ ലോട്ടസിന് 6 ഇഞ്ച് ആഴവും 12 ഇഞ്ചെങ്കിലും വ്യാസവുമുള്ള പാത്രങ്ങളാണ് നല്ലത്. എന്നാൽ വൈദഗ്ധ്യമുള്ളവർക്ക് ഒരു ചായക്കപ്പിൽ പോലും ഇവയെ വളർത്താവുന്നതാണ്. ഇതിനായി പ്രത്യേക ഇനങ്ങളുണ്ട്. അമേരി കമേലിയ, അഫെക്ഷൻ 16, ലേഡി ബിംഗ്ലേയി, ലിയാങ്ലി ഇവയൊക്കെ ബൗൾ ലോട്ടസായി വളർത്താൻ അനുയോജ്യമായ ഇനങ്ങളാണ്. ഇവ അകത്തള ചെടികളായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം 6 മണിക്കൂറെങ്കിലും വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം ബൗൾ ലോട്ടസുകളെ ക്രമീകരിക്കാൻ. കുഞ്ഞൻ താമരകളായതുകൊണ്ട് ഇവയ്ക്ക് കൂടുതൽ പരിചരണവും ആവശ്യമാണ്. സാധാരണ താമര നടുന്നത് പോലെ തന്നെ ബൗൾ ലോട്ടസ് നടാനായി ആകർഷകമായ പാത്രങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നടീൽ മിശ്രിതം നിറയ്ക്കാം. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അല്പം ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും അതിനു മുകളിലായി മണ്ണും നിറയ്ക്കാം. പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം ഈ മിശ്രിതം നിറയ്ക്കണം. അതിനുശേഷം കുഞ്ഞൻ താമരകളുടെ ട്യൂബറോ അല്ലെങ്കിൽ റണ്ണറോ നടാനായി ഉപയോഗിക്കാം. പാത്രത്തിൻ്റെ അരികിലായി നട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ചതിന് ശേഷം ബൗൾ താമര നട്ടിരിക്കുന്ന പാത്രം 2 ദിവസം തണലത്ത് വെക്കുക. അതിനുശേഷം ഇതിനെ വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാം. പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായി നമുക്കിതിനെ ബാൽക്കണിയിലൊക്കെ വെക്കാവുന്നതാണ്. കുഞ്ഞൻ താമരകൾക്ക് വളമായി ഒരു നുള്ള് ഡയമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 19-19-19 വളം ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് കുഞ്ഞൻ താമരയുടെ കപ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇങ്ങനെ വളം കൊടുക്കുമ്പോൾ താമരയുടെ തണ്ടിൽ തട്ടാതെ സൂക്ഷിക്കണം. പൂന്തോട്ടങ്ങൾക്ക് ഭംഗി നൽകുന്നതോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗമായും താമര കൃഷി ചെയ്യാവുന്നതാണ്.